പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ല നമുക്കറിയാം മാത്യു ടി തോമസ് ദീർഘകാലമായി ജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണയും മാത്യു ടിക്ക് ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. തിരുവല്ലയിൽ മത്സരിക്കുന്നത് മാത്യു ടി തോമസ് LDF വേണ്ടി, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDF വേണ്ടി, അനൂപ് ആന്റണി NDAക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായിട്ട്. എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയുടെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം എന്ത് എന്ന് അറിയാനുള്ള ഒരു സ്പെസിമിനായിട്ട് കൂടി നമുക്ക് തിരുവല്ല എടുക്കാവുന്നതാണ്. അല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല അഭിലാഷ്. ചില മിക്ക സന്ദർഭങ്ങളിലും മാത്യു ടി തോമസിന് ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പത്തനംതിട്ടയുടെ പൊതു രാഷ്ട്രീയം അനുസരിച്ചല്ല തിരുവല്ല പലപ്പോഴും വിധി എഴുതിയിട്ടുള്ളത്. 2006 മുതൽ അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാത്യു ടി തോമസ് ഇത്തവണ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടോ അതോ ഈസി ആയിട്ട് ജയിക്കുന്നുണ്ടോ, ഭാഗ്യം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. ഇപ്പോ ഇതിന്റെ ഒരു സൂചന നമുക്ക് എന്താണെന്ന് നോക്കാം. ആ മണ്ഡലത്തിലെ ട്രെൻഡ് എന്താണ് എന്ന് നമുക്കറിയാം. മാത്യു ടി വീഴും. 40.64 UDFന്റെ സ്കോർ കാണിക്കുന്നത്. 5.73 എന്ന ഒരു മേൽക്കൈ അവിടെ UDF നേടുകയാണ്. ഇത് അവിശ്വസനീയമാണോ? അഡ്വക്കേറ്റ് വർഗീസ് മാമനാണ് ലീഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അഖിൽ? അവിടെ ഒരു മടുപ്പ്, വളരെ ദീർഘകാലമായി അദ്ദേഹം മത്സരിക്കുന്നു. മടുപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, വളരെ ദീർഘകാലമായി അദ്ദേഹം മത്സരിക്കുന്നു. ആന്റി ഇൻകംബൻസി നമ്മളത് കണ്ടതാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ മാർഗം വളരെ കുറവായിരുന്നു നമ്മുടെ സർവേയിൽ. അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളോട് വ്യക്തിപരമായി അദ്ദേഹം വളരെ മാന്യനും വളരെ സഭ്യമായ ആളുകളോടും സ്നേഹത്തോടെ ഇടപെടുന്നതാണ്. ഒരു MLA എന്ന രീതിയിൽ വളരെ സജീവമാണോ ആക്റ്റീവാണോ എന്നൊരു ചോദ്യം വോട്ടർമാർക്കിടയിലുണ്ട്. അപ്പോൾ അനൂപ് ആന്റണി അവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം വേറൊരു ഘടകം, തിരുവല്ല ഒരു UDF മണ്ഡലമാണ്. അത് മാത്യു ടി തോമസ് മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് വിജയിക്കുന്നത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലോ ലോക്സഭയിലോ ഒന്നും LDF ഒരു കാലത്തും ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ഡലമല്ല. അതൊരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ മാത്യു ടി തോമസ് മത്സരിക്കുന്നത് കൊണ്ട് വിജയിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രധാന ഘടകം. ഇപ്പം അനൂപ് ആന്റണി പിടിക്കുന്ന വോട്ടുകൾ, അതിൽ ഒരു പങ്ക് മാത്യു ടി തോമസിന്റെ വോട്ടുകളും. കഴിഞ്ഞ തവണ 16% NDAയുടെ വോട്ട് വിഹിതമെങ്കിൽ അത് 24% ഉയർന്നു. 24.45. അതായത് അനൂപ് ആന്റണി ഒരു ഫാക്ടറായി വരികയാണ്. തിരുവല്ല പോലൊരു മണ്ഡലത്തിൽ 25% അടുത്തേക്ക് NDAയുടെ വോട്ട് ഷെയർ വരുന്നു. ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അവിടെ കുറ്റൂർ പഞ്ചായത്ത്, നെടുമ്പുറം പഞ്ചായത്ത്, നിരവധി പഞ്ചായത്തുകളിൽ അവർ ഭരിക്കുകയും പെരിങ്ങര പഞ്ചായത്ത് ഭരിക്കുകയും അവർക്ക് വോട്ട് ഷെയർ ഉള്ള വളരെ സ്വാധീനമുള്ളൊരു BJPക്കുള്ളതാണ്. അത് പിന്നെ അനൂപ് ആന്റണിക്ക് BJP വോട്ടുകൾ മാത്രമാണ്. നമ്മൾ അമ്പലപ്പുഴയെ പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ അനൂപ് ആന്റണി ഏകദേശം 22,000 വോട്ട് പിടിച്ചു. അത്രയും വോട്ട് അവിടെ BJP കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുന്നുള്ള അദ്ദേഹം നല്ലൊരു ക്യാച്ചറാണ്. നമ്മള് കരുനാഗപ്പള്ളി ജിതിൻ ദേവിനെ പറഞ്ഞുകൊണ്ട് പ്രചരണ രംഗത്ത് അനൂപ് ആന്റണിയാണ്. അവിടെ മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും മറ്റ് പ്രചരണ സാമഗ്രികളും അനൂപ് ആന്റണി വളരെ സജീവമാണ്. അപ്പം BJPക്കാർക്കും ഇനി അനൂപ് ആന്റണിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചാൽ അട്ടിമറി നടക്കുമോ? ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ മർത്തോമ സഭാ വിഭാഗത്തിന് അവിടെ ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. സഭയുടെ ആസ്ഥാനമാണ്. ഈ മാത്യു ടി തോമസ് ആണെങ്കിലും അതുപോലെ UDF സ്ഥാനാർത്ഥിയാണെങ്കിലും രണ്ടുപേരും മർത്തോമ സഭാ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ പുരോഹിതരായിരുന്നു. ഇങ്ങനെ സഭയുമായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ ഈ UDF LDFിലേക്ക് ഈ വോട്ടുകൾ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ആവുമോ അതോ ഈ സഭയ്ക്ക് സഭാ വിശ്വാസികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്? എന്താ സ്ഥിതി? ഇത് പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ ഒരു തണുപ്പ മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ബഹളമോ ആ മണ്ഡലത്തിന്റെ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് അവർ വലിയ കാടടച്ചുള്ള പ്രചരണമോ വളരെ വളരെ സൈലന്റ് ആയി പ്രചരണം. അങ്ങനെയുള്ളവർക്ക് വളരെ അനുയോജ്യനായ ഒരു MLA എന്നുള്ള രീതിയിലാണ്. അതാണ് ഒരു ഘടകം. വളരെ സൈലന്റ് ആയ ആൾക്കാർ താമസിക്കുന്നു, വളരെ സൈലന്റ് ആയ പ്രചരണം. അദ്ദേഹം തന്നെയാണെങ്കിലും വളരെ ലിമിറ്റ് ആയിട്ടുള്ള പ്രചരണം. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമുക്ക് ആ മണ്ഡലത്തിൽ പോയാൽ ഫീൽ ചെയ്യില്ല. കാലാകാലങ്ങളെ ഘടകകക്ഷിയിൽ മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും തിരുവല്ലക്കാർക്ക് അവരുടെ ഒരു സ്റ്റാറ്റസിന് പറ്റുന്ന ഒരു MLA ആയിരുന്നു മാത്യു ടി തോമസ്. ഇത്തവണ അവർ മാറി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചനയാണ് വരുന്നത്. സൂചനയാണ് ഇത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ 15 മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്കോർ കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് പാർട്ട് 3യിൽ ഇതുവരെ പരിശോധിച്ച 5 മണ്ഡലങ്ങളിൽ 4 UDFന് പോയി എന്ന ഒരു കൗതുകം കൂടിയുണ്ട്. അതെ, അപ്പോൾ ഇതിപ്പോ നമ്മൾ 50ാമത്തെ മണ്ഡലമാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ തിരുവല്ല. അപ്പോൾ ഇതുവരെ 50 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. 50 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ LDF എത്ര, UDF എത്ര, ആരാണ് മുമ്പിൽ? UDF 25, പകുതി UDF നേടുന്നു. 25 മുന്നിലാണ് എന്നുള്ളതാണ് ട്രെൻഡ്. 24 മാത്രമേ LDFന് എത്താൻ കഴിയുന്നുള്ളൂ.